മുനമ്പം കേസുമായി ബന്ധപ്പെട്ട രേഖകൾ വിളിച്ചു വരുത്തണമെന്ന വഖഫ് ബോർഡിന്റെ ആവശ്യം തള്ളി വഖഫ് ട്രൈബ്യൂണൽ. പറവൂർ സബ് കോടതിയിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ട രേഖകൾ വിളിച്ചു വരുത്തണമെന്ന ഹർജിയാണിപ്പോൾ ജസ്റ്റിസ് രാജൻ തട്ടിൽ അധ്യക്ഷനായ ട്രൈബ്യൂണൽ തള്ളിയത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ. അനീഷ്, എന്താണ് ആ ഹർജി അങ്ങനെ തള്ളുന്നതിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? പകരം കോടതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഈ രേഖകൾ അവർക്ക് ആക്സസ് ചെയ്യാൻ കഴിയുമോ? ശ്രീജ, ഇന്നലെ നടന്ന വിസ്താരത്തിനിടെയാണ് നിർണായകമായ ചില വിവരങ്ങൾ ഈ വഖഫ് ബോർഡ് കോടതിയുടെ മുമ്പാകെ വെച്ചത്. അതിൽ ഏറ്റവും പ്രധാനം 1971 പറവൂർ സബ് കോടതിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ മുൻപത്ത് ഈ സ്ഥലത്ത്, അതായത് ഫാറൂഖ് കോളേജിന്റെ സ്ഥലത്ത് 14 കുടിയേറ്റക്കാർ അല്ലെങ്കിൽ ഈ കുടികിടപ്പ് ആളുകൾ താമസിച്ചിരുന്നു. ഈ കുടികിടപ്പുകാർക്ക് പട്ടയം നൽകണമെന്ന ആവശ്യവുമായി അവർ 1969 ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷനെ സമീപിച്ചു. എന്നാൽ അവർ അത്തരത്തിൽ നൽകാൻ കഴിയില്ല എന്ന് അറിയിച്ചു. പിന്നീടാണ് പറവൂർ സബ് കോടതിയിൽ ഇത്തരത്തിലൊരു ഹർജി നൽകിയത്. ഈ ഹർജിയിൽ വിശദമായി വാദം കേട്ടപ്പോൾ ആ സമയത്ത് ഫാറൂഖ് മാനേജ്മെന്റ് അസോസിയേഷൻ കോടതിയിൽ വ്യക്തമാക്കിയത് ഇത് വഖഫ് ബോർഡിന്റെ ഉടമസ്ഥയിലുള്ള അല്ലെങ്കിൽ വഖഫ് ചെയ്ത സ്ഥലമാണ്. അതുകൊണ്ട് ഈ കുടികിടപ്പ് അവകാശം അടക്കമുള്ള ഭൂപരിഷ്കരണ നിയമത്തിലെ മറ്റു പല വകുപ്പുകളും ഈ ഭൂമിയിൽ നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടി. ഈ വാദം അംഗീകരിച്ചാണ് അന്ന് പറവൂർ സബ് കോടതി ഈ സ്ഥലത്തിന് കുടികിടപ്പ് അവകാശം നൽകാൻ കഴിയില്ല എന്ന് അറിയിച്ചത്. പിന്നീട് അവർ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു തീരുമാനം അവിടുത്തെ താമസക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പിന്നീട് മറ്റ് വ്യവഹാരങ്ങൾ അതിന്മേൽ നടന്നിട്ടില്ല എന്ന രേഖകൾ തെളിയിക്കുകയും ചെയ്യുന്നു. പിന്നീടാണ് ഇപ്പോൾ ഈ വിഷയം വളരെ സജീവമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മുൻപം ഭൂമി പിന്നീട് ഫാറൂഖ് കോളേജ് വിൽക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടക്കുകയും ചെയ്ത് ഇന്നലെ എന്തായാലും വാദത്തിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു കേട്ടത് ഈ വഖഫ് ബോർഡിന് വലിയ ആയുധമായി മാറിയത് 1971 ഈ പറവൂർ സബ് കോടതിയിലെ ഉത്തരവാണ്. ആ ഉത്തരവ് കോടതിയിൽ നിന്നും വിളിച്ചു വരുത്തണമെന്ന ആവശ്യം ഇന്നലെ വഖഫ് ബോർഡ് അഭിഭാഷകൻ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അങ്ങനെ കോടതിയിൽ നിന്നും വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ വിളിച്ചു വരുത്തേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്കാണ് ട്രൈബ്യൂണൽ എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉപഹർജി ഇന്നലെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ആ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവാണ് പുറത്തു വന്നിരിക്കുന്നത്. വേണമെങ്കിൽ വഖഫ് ബോർഡിന് കോടതിയിൽ നിന്ന് സർട്ടിഫൈ ചെയ്ത കോപ്പികൾ, അതായത് രേഖപ്പെടുത്തിയ പകർപ്പുകൾ വാങ്ങാൻ എന്നും അതും കോടതിയിൽ ഹാജരാക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ കോപ്പികൾ തന്നെ, കോടതി രേഖകൾ തന്നെ ഇവിടെ എത്തിക്കണം എന്ന ആവശ്യമാണ് വഖഫ് ബോർഡ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഹൈക്കോടതി രേഖകളുമായി ബന്ധപ്പെട്ട പരിശോധനകളും നടക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ ട്രൈബ്യൂണലിന്റെ തീരുമാനം കോടതി രേഖകൾ വിളിച്ചു വരുത്തേണ്ടതില്ല എന്നതാണ്. അതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് ഇപ്പോൾ വഖഫ് ബോർഡിന്റെ അഭിഭാഷകൻ അറിയിച്ചിട്ടുമുണ്ട്. ശ്രീജ, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.